നമസ്കാരം. ഉദ്ഘാടന മഹാമഹം അടുത്തതോടെ തല്ലുമാലയാണ് ഹിന്ദുത്വ കൂടാരത്തിൽ നടക്കുന്നത്. തല്ലുമൂത്ത് സകല ശങ്കരാചാര്യന്മാരും ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൽ തുടങ്ങി അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റിന്റെ രാജയാവശ്യം വരെ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. ക്ഷേത്രം പണി പൂർത്തിയാകാതെ തിടുക്കപ്പെട്ട് എന്തിനാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്ന ചോദ്യമാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്നത്. അടിത്തറ പണിയാൻ മാത്രം 18 മാസം എടുത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ തിടുക്കമില്ലെന്നാണ് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ഇതിന് മറുപടിയായി പറഞ്ഞത്. 18 മാസം കൊണ്ട് അടിത്തറയും 3 വർഷത്തിനകം ക്ഷേത്രവും പണിയുമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത്. എന്നാൽ 2020 ജൂലൈയിൽ തുടങ്ങിയ കെട്ടിടം പണി ഇപ്പോൾ തന്നെ 3.5 വർഷം കഴിഞ്ഞു. എന്നിട്ടും ക്ഷേത്രം പണി പകുതിയേ ആയിട്ടുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. കല്ലും കട്ടയുമായി കിടക്കുന്ന അപൂർണമായ കെട്ടിടത്തിൽ നടത്തുന്ന പ്രതിഷ്ഠയെ ചൊല്ലിയും അവിടെ നടക്കാൻ പോകുന്ന ആരാധനയെക്കുറിച്ചും വിവാദങ്ങൾ പുകയുകയാണ്. പുതിയ ക്ഷേത്രത്തിലെ പൂജാരീതിയെക്കുറിച്ച് ചമ്പത് റായിയോട് ചോദിച്ചപ്പോൾ ഇത് ഒരു രാമക്ഷേത്രമായതിനാൽ രാമാനന്ദ് പാരമ്പര്യം പിന്തുടരുമെന്നാണ് റായ് പറഞ്ഞത്. ക്ഷേത്രം രാമാനന്ദ വിഭാഗത്തിൻ്റെതാണ്, അല്ലാതെ സന്യാസികളുടേതല്ല, ശൈവരുടേതോ ശാക്തരുടേതോ അല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ജനുവരി 22 പരിപാടിയിൽ പങ്കെടുക്കാൻ താൻ അയോധ്യയിൽ പോകില്ലെന്ന് സ്ഥിരീകരിച്ച ശങ്കരാചാര്യ നിശ്ചലാനന്ദ സരസ്വതി റായിയുടെ പരാമർശങ്ങളെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചു. അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോൾ അല്പത്തരം കാണിക്കരുതെന്ന് പുരി ശങ്കരാചാര്യ മഠാധിപതി ചമ്പത് റായിയെ ഉപദേശിച്ചു. അയോധ്യയിൽ രാമക്ഷേത്രം പ്രതിഷ്ഠിക്കുന്നതിനുള്ള ആഡംബര പരിപാടിയിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് ശങ്കരാചാര്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ പരിപാടിയാക്കി മാറ്റുകയാണെന്ന് തനിക്ക് തോന്നുന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു. വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് കൊണ്ടാണ് പരിപാടി ഇത്ര ഗംഭീരമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഗ്രഹം അനാച്ഛാദനം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിന് പുറത്തിരുന്ന് കൈകൊട്ടുന്നത് ഉചിതമല്ലെന്നും അതിന് തന്നെ കിട്ടില്ലെന്നും പുരി മഠാധിപതി വ്യക്തമാക്കിയിരുന്നു. പരമാവധി ഒരാളെ കൂട്ടി വരാൻ പറഞ്ഞു തന്ന ക്ഷണക്കത്തിൽ 100 പേരെ കൂട്ടി വരാൻ പറഞ്ഞിരുന്നെങ്കിലും പോകാൻ സൗകര്യപ്പെടില്ലായിരുന്നുവെന്നും പുരി ശങ്കരാചാര്യ നിലപാടെടുത്തിരുന്നു. വികസനത്തിൻ്റെ പേരിൽ തീർത്ഥാടന സ്ഥാനങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് എന്നും തീർത്ഥസ്ഥലങ്ങളെ ഭോഗസ്ഥലങ്ങളാക്കി മാറ്റുന്നു എന്നുമൊക്കെ കടുത്ത ഭാഷയിൽ അയോധ്യയിലെ ഉദ്ഘാടന പരിപാടിയോടുള്ള തൻ്റെ വിപ്രതിപത്തി സ്വാമി തുറന്നു പറഞ്ഞിരുന്നു. പുരി ശങ്കരാചാര്യസ്വാമി ഉൾപ്പെടെ 4 ശങ്കരാചാര്യന്മാർ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചതായി ഇതിനിടെ ദേശീയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മതത്തിനതീതമായ സംഭവമാണെന്ന് പറഞ്ഞ് BJPയുടെ രാഷ്ട്രീയ സംഭവമായാണ് ഇതിനെ മാറ്റുന്നത് എന്ന് പണ്ഡിതനും എഴുത്തുകാരനും നിരൂപകനുമായ അപൂർവാനന്ദ് ചൂണ്ടിക്കാട്ടി. ശങ്കരാചാര്യരിൽ ഒരാളായ ജ്യോതിഷ് പീഠത്തിലെ ശങ്കരാചാര്യർ സ്വാമി അവിമുക്തേശ്വരാനന്ദും കഴിഞ്ഞ ദിവസം ഉദ്ഘാടന പരിപാടിക്കെതിരെ രംഗത്തു വന്നിരുന്നു. ഞങ്ങൾ മോദി വിരുദ്ധരായതുകൊണ്ടല്ല, അതേസമയം ധർമ്മശാസ്ത്ര വിരുദ്ധരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ശങ്കരാചാര്യരുടെ കർത്തവ്യം ശാസ്ത്ര നിയമം പിന്തുടരുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ്. ഇവിടെ സനാതനധർമ്മവും ആചാരാനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുകയാണ്. അതിനോട് യോജിക്കാനാവില്ല എന്നും ജ്യോതിഷ് പീഠ മഠാധിപതി വ്യക്തമാക്കി. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ക്ഷേത്രം ഇതേവരെ പൂർത്തിയായിട്ടില്ല, പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് എന്നതാണ്. ഇത് തിടുക്കപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നോക്കൂ, 1992 ഡിസംബർ 22 രാത്രി അവിടെ ഒരു വിഗ്രഹം സ്ഥാപിച്ചു. അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല എന്ന് ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം സ്ഥാപിച്ച താൽക്കാലിക ക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. അന്ന് ശാസ്ത്രവിധിയൊന്നും നോക്കിയല്ല ചെയ്തതെങ്കിലും അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നടന്നതാണെന്ന് കരുതാനേ പറ്റൂ. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. ശാസ്ത്രവിധികൾ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടത് ശങ്കരാചാര്യരുടെ കടമയാണ്. എന്നാൽ ഇപ്പോഴും ശാസ്ത്രവിധി അവഗണിക്കുകയാണ് എന്ന് കാണുന്നതിൽ ശക്തമായ വിരോധമുണ്ട്. ക്ഷേത്രം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല, പ്രവൃത്തികൾ നടക്കുന്നു എന്നതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 1992 താൽക്കാലിക കെട്ടിടം ഉയർത്തുമ്പോൾ ഒരു ശങ്കരാചാര്യരും ഈ ചോദ്യം ചോദിച്ചില്ല. കാരണം അത് ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊരു ചോദ്യം ഉയരാതിരുന്നത്. അപൂർണമായ ക്ഷേത്രത്തിലാണ് വീണ്ടും പ്രതിഷ്ഠ നടക്കാൻ പോകുന്നത്. ഇതിനെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും എന്ന ചോദ്യവും സ്വാമി മുന്നോട്ട് വെച്ചു. ശാസ്ത്രത്തിനും പ്രമാണത്തിനും വിരുദ്ധമായി ഇത്തരം പ്രവൃത്തികൾക്ക് മുതിരുന്ന ചെയർമാൻ ചമ്പത് റായിയും ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളും ഉടൻ രാജിവെക്കണമെന്നും ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതല രാമാനന്ദി വിഭാഗത്തിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് ജ്യോതിഷ് പീഠത്തിലെ ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ് രംഗത്തു വന്നു. ശങ്കരനെയും രാമനെയും തമ്മിൽ വേർതിരിച്ചു കാണുന്നത് വളരെ വിചിത്രമായി തോന്നുന്നു. കാരണം ഇത് രാമായണമാണ്, രാമകഥയാണ്. നിങ്ങളിത് വായിച്ചാൽ രാമൻ സ്വയം ശിവപാർവതിമാരുടെ ഭക്തനാണെന്ന് മനസ്സിലാവുമെന്നും
കൂടാതെ രാമേശ്വരത്ത് രാമൻ ഒരു വലിയ ശിവക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ടെന്നും അറിയാൻ കഴിയും. രാമഭക്തരെയും ശിവഭക്തരെയും വേർതിരിക്കുന്ന ചമ്പത് റായിയുടെ പ്രസ്താവനയും ഹിന്ദു സനാതൻ സ്ഥാപനങ്ങളെ വശത്താക്കാൻ നടത്തുന്ന ശ്രമങ്ങളും രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും ഉദ്ഘാടനത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണമുള്ള VHP, RSS, BJP എന്നിവരുടെ സമീപനങ്ങളുമെല്ലാം 4 ശങ്കരാചാര്യരെയും ചൊടിപ്പിച്ചതായി തോന്നുന്നു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 10 വോട്ട് അധികം കിട്ടാൻ തിടുക്കപ്പെട്ട് തട്ടിക്കൂട്ടിയ ഉദ്ഘാടന മഹാമഹം തീരാത്ത പൊല്ലാപ്പാണ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഉണ്ടാക്കുന്നതെന്ന് പറയാതെ വയ്യ.